പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മരണവാർത്തയാണ്. സാധാരണ നമ്മൾ മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയുമാണ് ചെയ്യാറ്. മരണപ്പെട്ടവരുടെ ആ കുടുംബത്തെക്കുറിച്ചോ മരണപ്പെട്ടുപോയ അവരുടെ ജീവിതത്തെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കാറില്ല, നമ്മൾ പറയാറുമില്ല. മരണപ്പെട്ടുപോയവരുടെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുക എന്നല്ലാതെ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കാറില്ല. ഒരു കുടുംബത്തിലെ ജീവിതമാർഗമായ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ നമ്മളാരും ചിന്തിക്കാറുമില്ല, നമ്മൾ അറിയാനും ശ്രമിക്കാറില്ല. മരണപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിലെത്തിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അത്രമാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ ഒരു മനുഷ്യന്റെ കുടുംബത്തിലോട്ട് കയറി ചെന്നാൽ, ശരിക്കും ഞാൻ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ, ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഞാൻ കരഞ്ഞുപോയിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ അന്നം പെട്ടെന്ന് മുട്ടിപ്പോവുകയാണ്, പെട്ടെന്നൊരു കുടുംബം അനാഥരായി പോവുകയാണ്. ഈ ഒരു ചെറുപ്പക്കാരന്റെ മരണത്തോട് സംബന്ധിച്ച് ആ ഒരു കുടുംബം പെട്ടെന്ന് വയ്യാതാരായി പോവുകയാണ്, ആരും ഇല്ലാതായി പോവുകയാണ്, ആ കുടുംബത്തിന്റെ അന്നം മുട്ടിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പൂവത്താണിയിൽ നിന്നും വന്നിരിക്കുന്നത്. മരണപ്പെട്ടിരിക്കുന്നത് ചെത്തല്ലൂർ പൂവത്താണിയിലെ കെട്ടിലിങ്ങൽ അബ്ദുൽ ജബ്ബാറിന്റെ മകൻ റിയാസാണ് മരണപ്പെട്ടിരിക്കുന്നത്. 35 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടിയാണ് നമുക്ക് ദുആ ചെയ്യാനുള്ളത്, അവരുടെ കുടുംബത്തിന് വേണ്ടിയാണ് നമുക്ക് ദുആ ചെയ്യാനുള്ളത്. ഈ ഒരു വാർത്ത കേട്ടാൽ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും സഹിക്കാൻ പറ്റില്ല. ആ ഒരു കുടുംബത്തിന്റെ വേദനയിലേക്കാണ് നമ്മൾ ഇന്ന് കയറിച്ചെല്ലാൻ പോകുന്നത്. ഇന്നലെയായിരുന്നു മരണപ്പെട്ടത്. ആ ഒരു 35 വയസ്സുകാരൻ്റെ ജീവിതത്തിലെ കഥയിലേക്ക് പോയാൽ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്ന നമ്മൾ ഈ ഒരു 35 വയസ്സുകാരനായ റിയാസിന്റെ കഥ നിങ്ങൾ കേൾക്കണം. ഇവരെക്കുറിച്ചും ഇവരുടെ കുടുംബത്തെക്കുറിച്ചും കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുള്ള നമുക്കറിയാവുന്ന വിഷയങ്ങളാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. ജീവിതത്തിലെ കഷ്ടപ്പാട് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ഒരു 35 വയസ്സുകാരൻ്റെ ജീവിതം നിങ്ങൾ അറിയണം. ആൾക്ക് പടച്ചുറപ്പ് ഇപ്പോൾ വിശ്രമം കൊടുത്തിരിക്കുകയാണ്. പൂവത്താണി സ്വദേശിയാണ് മരണപ്പെട്ട റിയാസ്. 3 പിഞ്ചു മക്കളെയും കുടുംബത്തെയും നോക്കാൻ നാട്ടിലെ എന്ത് പണിയും ചെയ്യുന്നവനായിരുന്നു റിയാസ് എന്ന ഈ 35 വയസ്സുകാരൻ. തൻ്റെ 3 മക്കളുടെയും കുടുംബത്തിൻ്റെയും വിശപ്പടക്കാൻ ഈ ദുനിയാവിൽ പെടാപ്പാടുപെടുന്ന ചെറുപ്പക്കാരൻ. നമ്മളൊക്കെ ജോലിയില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴും ജീവിക്കാൻ വേണ്ടി എന്ത് ജോലിയും മടികൂടാതെ ചെയ്യുന്ന ഒരു കുടുംബനാഥനായിരുന്നു റിയാസ്. 1 വർഷം മുമ്പാണ് തൻ്റെ പൊന്നുപ്പ തന്നെ വിട്ട് വിട പറഞ്ഞു പോയത്. പടച്ചറബ്ബ് അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അവർക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കുമാറാകട്ടെ. 1 വർഷം മുമ്പ് ബാപ്പ നഷ്ടപ്പെട്ട റിയാസ് ആ കുടുംബം നോക്കാൻ വേണ്ടി പല വേഷങ്ങളും കിട്ടി. ആ നാട്ടുംപുറത്തെ നാട്ടിലെ എല്ലാ ജോലിയും ആര് വിളിച്ചാലും ഒരു മടി കൂടാതെ ചെയ്തു കൊടുക്കുന്നവനാണ് റിയാസ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ഈ ഒരു ചെറിയ പ്രായത്തിൽ പെടാപ്പാടുപെടുന്നവൻ, ആ ഒരു ചെറുപ്പക്കാരനാണ് യാദൃശികമായി ആ കുടുംബത്തെയും വിട്ട് പടച്ചറബിലേക്ക് മടങ്ങിയത്. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു. ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായിരിക്കുകയാണ്, ഇനി ആര് ആ കുടുംബത്തിന് എന്നുള്ളത്. മക്കളുടെയും ഉറ്റവരുടെയും വിശപ്പടക്കാനുള്ള ജോലിയായിരുന്നു ആ ഒരു ചെറുപ്പക്കാരൻ ചെയ്തിരുന്നത്. പാൽ വിൽപ്പന നടത്തിയും മരം കയറിയും മാങ്ങ പറിച്ചും മരത്തിന്റെ കൊമ്പ് മുറിച്ചു മാറ്റിയും അങ്ങനെ വേണ്ട അപകടകരമായ പല ജോലിയും ചെയ്താണ് ആ ഒരു കുടുംബത്തെ പട്ടിണിയില്ലാതെ ഇതുവരെ നോക്കിയിരുന്നത്. യാ അല്ലാഹ്, പെട്ടെന്ന് ആ കുടുംബം വയ്യാതാരായി പോവുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമായിരുന്നു. ആ ഒരു നെട്ടോട്ടത്തിനിടയിൽ ആ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോവുകയാണ്. രാവിലെ ജോലിക്കെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് മക്കളോട് ടാറ്റ പറഞ്ഞ് പിരിഞ്ഞതാ. പിന്നെ ആ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നില്ല. 2 ദിവസമായി അപകടകരമായ കിണറിന്റെ ജോലിയിലായിരുന്നു റിയാസ്. കിണർ വൃത്തിയാക്കുന്ന ജോലിക്കിടെ അപകടം സംഭവിക്കുകയാണ്. നാട്ടിൽ മെനഞ്ഞാന്നേ തുടങ്ങിയ ജോലിയായിരുന്നു കിണർ വൃത്തിയാക്കൽ. മെനഞ്ഞാന്നേ പണി തുടങ്ങിയെങ്കിലും പണി പൂർണ്ണമായും തീർന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും ആ കിണറിൽ ഇന്നലെ രാവിലെ ഇറങ്ങിയതായിരുന്നു. എന്നാൽ ആരും കാണാത്ത ദുരന്തമായിരുന്നു അതിൻ്റെ പിന്നാലെ സംഭവിച്ചത്. യാ അല്ലാഹ്, കിണറിന് മുകളിലുണ്ടായിരുന്ന ആ ഒരു സ്ലാബ് പെട്ടെന്ന് തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. കിണറ്റിനുള്ളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന റിയാസിന്റെ മേൽക്ക് ആ ഒരു സ്ലാബ് പൊടുന്നനെ വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിയ റിയാസിനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ഒരു മനുഷ്യൻ്റെ ജീവിതം അവിടെ തീർന്നു. പ്രിയപ്പെട്ടവരെ, റിയാസ് ഇപ്പോൾ വിശ്രമത്തിലാണ്. മരണപ്പെട്ടു പോയവർ പടച്ചറബിലേക്കാണ് മടങ്ങിയിരിക്കുന്നത്. പക്ഷെ അവരെയും വിശ്വസിച്ച് ജീവിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബം. അവരുടെ ആ ഒരു കുടുംബത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. മരണങ്ങൾ പലതരത്തിലാണ് നമ്മളെ പിടികൂടുന്നത്. ഭൂമിയിലെ കാലാവസ്ഥ അനുസരിച്ചാണ് ഇപ്പോൾ മരണങ്ങൾ ഉണ്ടാകുന്നത്. മഴക്കാലമാകുമ്പോൾ ഇടിമിന്നലേറ്റും ഷോക്കേറ്റുമാണ് ആളുകൾ മരണപ്പെടുന്നത്. ഇനിയിപ്പോൾ കിണർ പണിയിൻ്റെ സീസണാണ്. എല്ലാവരും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങളുടെ ജീവൻ നിങ്ങൾ സുരക്ഷിതമാക്കുക. അവർക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു വിചാരം നമ്മൾ മനസ്സിലുണ്ടാക്കുക. മരണം പടച്ചറബിൻ്റെ വിധി തന്നെയാണ്. പക്ഷേ നമ്മുടെയൊന്നും ഒരു അശ്രദ്ധ മൂലമാകരുത് നമ്മൾ ആരുടെയും മരണം ആയുസ്സെത്താതെ ആവരുത്. പടച്ചറബ് നമുക്കൊക്കെ ഒരു ആയുസ് നൽകിയിട്ടുണ്ട്. നമുക്കൊക്കെ പടച്ചറബ് നല്ലൊരു ആരോഗ്യം തന്നിട്ടുണ്ട്. ആ ഒരു ആരോഗ്യത്തെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കുക. പടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ കണ്ണൂർ ഇതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തിൻ്റെ വിശപ്പടക്കാൻ ഇറങ്ങിയതായിരിക്കില്ലേ അതിരാവിലെ. ഏതോ നാട്ടിൽ നിന്നും വന്നതാണ്. ഇതുപോലെ രാവിലെ കിണറിലിറങ്ങി, കിണറിലെ മണ്ണിടിഞ്ഞ് അയാൾ അതിൽ കുടുങ്ങി മരണപ്പെട്ടുപോയി. കിണറിൽ നിന്ന് തന്നെ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കുടുംബം, ആ കുടുംബത്തോട് എങ്ങനെയാണ് ഈ വാർത്ത പറയുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നത്. അദ്ദേഹം കൊണ്ടുപോയിട്ട് വേണം വല്ലതും വെച്ച് വിളമ്പാൻ. അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും കെട്ടിയോളും ഉമ്മയും. എന്തൊരു ദയനീയമായ വാർത്തയായിരുന്നു അത് കേട്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധിക്കുക. അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമ്മുടെയൊക്കെ ജീവനുണ്ടെങ്കിലേ നമുക്ക് ജീവിതമുള്ളൂ. നമ്മുടെ ആ ഒരു ജീവിതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന പലരുമുണ്ട് നമ്മുടെ ചുറ്റിൽ. കുടുംബത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവൻ പോലും ശ്രദ്ധിക്കാതെ ജോലി ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. ആ ഒരു സമയം നമ്മൾ വേറെ ഒന്നും കാണുകയില്ല. നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ വേദനകൾ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. ഉരുകുന്ന ഉപ്പയുടെ മനസ്സിൻ്റെ അകത്തോട്ടേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെന്നത്. ചങ്കുറ്റത്തോടെ നെഞ്ചും വിരിച്ച്, ചെറിയൊരു ഇളം പുഞ്ചിരിയോടെ നെഞ്ചും വിരിച്ച് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറുന്ന ഉപ്പ, ആ ഉപ്പയെ മാത്രമേ നിങ്ങൾക്കൊക്കെ അറിയൂ. അതും നിങ്ങളുടെ മുന്നിൽ ഒരു വേഷം കെട്ടലായിരുന്നു ഉപ്പയുടെ. നിങ്ങൾ വേദനിക്കാതിരിക്കാൻ, നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ അധ്വാനിച്ച് ജോലി ചെയ്തു കൊണ്ടുവരുന്നവരുടെ പൈസയുടെ വില നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു വില മനസ്സിലാക്കി നിങ്ങൾ ചെലവഴിക്കണം. അതും ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക. മറ്റുള്ളവരെ കണ്ട് അനുകരിക്കാതെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. പടച്ചറബ് എല്ലാവരും തൊട്ട് കാക്കട്ടെ. ഇന്നത്തെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇത്. നമ്മുടെയൊക്കെ ഇന്നലെ ഉറക്കം കെടുത്തിയ ഒരു വാർത്തയായിരുന്നു ഇത്. എങ്ങനെ ഇന്നലെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് ഞാൻ ആശങ്കപ്പെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് തന്നെ ഇത് പറയാൻ പറ്റുന്നില്ല നിങ്ങളോട്. നിങ്ങളിൽ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നു. മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. നമ്മളിതൊരു വരുമാന മാർഗമായി കാണുന്നതല്ല. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം. അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, റിയാസ് എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് റബ്ബേ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു ചെറുപ്പക്കാരന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചറബ്ബേ, ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് റബ്ബേ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. നിന്റെ ഒരു നോട്ടം ആ ഒരു കുടുംബത്തിൽ ഉണ്ടാകണേ റബ്ബേ. 3 ചെറിയ മക്കളുള്ളതാണ് റബ്ബേ. ആ ഒരു കുടുംബത്തെ ആരുടെ മുന്നിലും തലകുനിക്കാനാക്കല്ലേ റബ്ബേ. അവരുടെ ജീവനും ജീവിതവും നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, റിയാസ് എന്ന ഈ ഒരു ചെറുപ്പക്കാരന് ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് നീ മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാഹ്, നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കുടുംബത്തിൻ്റെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് റബ്ബേ. ആ ഒരു ചെറുപ്പക്കാരന് നീ അല്ലാഹ് ഷഹീദിൻ്റെ പ്രതിഫലം നൽകണേ റബ്ബേ. സ്വർഗത്തിൽ ഉന്നത സ്ഥാനം തന്നെ നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മാരകമായ രോഗത്തിൽ നിന്നും നീ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. അള്ളാഹുവേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ.
പടച്ച റബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ, ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ആരും മുഷിപ്പ് തോന്നരുത്. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇവരുടെ ഖബറടക്കുന്നത് എന്നറിയാൻ പറ്റി. പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കുക. എല്ലാവരും ദുആ ചെയ്യുക. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.